പി ജയരാജൻ പ്രതികരിക്കുന്നു. LDF-ന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ഹൃദയംഗമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ മട്ടന്നൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ 3 ശക്തികളാണ് ഏറ്റുമുട്ടിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും BJP-യും. BJP-ക്ക് ദയനീയമായിട്ടുള്ള തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായത്. മട്ടന്നൂർ നഗരസഭയിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കും എന്നാണ് BJP-ക്കാർ അവകാശവാദം ഉന്നയിച്ചിരുന്നത്. RSS-കാർ അതിനുവേണ്ടി കൊണ്ടുപിടിച്ച പരിശ്രമം നടത്തുകയും ചെയ്തു. പക്ഷേ RSS BJP അഴിമതിക്കാരുടെ പാർട്ടിയാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അക്രമവും അഴിമതിയും ഇതാണ് BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മുഖമുദ്ര എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതിൻ്റെ ഫലം കൂടിയാണ്. അതോടൊപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 34 അംഗ മട്ടന്നൂർ നഗരസഭയിൽ 20 സീറ്റുകൾ മാത്രമാണ് LDF-ന് കിട്ടിയിരുന്നത്. ഇത്തവണ UDF-ന് ദയനീയമായിട്ടൊരു പരാജയം സമ്മാനിച്ചുകൊണ്ട് മിന്നുന്ന വിജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയിട്ടുള്ളത്. അഴിമതിരഹിതമായിട്ടുള്ള ഒരു ഭരണം കാഴ്ചവെക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് സാധ്യമാവുക എന്ന് മട്ടന്നൂർ ജനത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് UDF-ന്റെ വാർഡുകൾ 7 എണ്ണം പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് ഈ മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള പ്രദേശങ്ങളിലടക്കം LDF വിജയിച്ചിരിക്കുകയാണ്. ആണിക്കരി, കളറോഡ്, നാലാങ്കരി ഇത് മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള വാർഡുകളാണ്. ആ വാർഡുകളിലാണ് LDF വിജയിച്ചത്. അത് കൃത്യമായിട്ട് ജനങ്ങൾ മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ തെറ്റ് അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. മുസ്ലിം ന്യൂനപക്ഷ മേഖലയിലടക്കം LDF-ന് വലിയ മുന്നേറ്റം, ലീഗിൻ്റെ സ്വാധീനത്തിൽ വലിയ ഇടിവ് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗിൽ അണിനിരന്നിട്ടുള്ള സാധാരണക്കാർ തങ്ങൾ തുടരുന്ന ഈ കോൺഗ്രസ് വിധേയത്വം സംബന്ധിച്ച് ആലോചിക്കണം. കോൺഗ്രസിനെതിരായിട്ടൊരു ജനവിധിയാണ്. രാജ്യത്ത് RSS സംഘപരിവാരം ഉയർത്തുന്ന വെല്ലുവിളിയെ ചെറുക്കുന്നതിൽ ഇടതുപക്ഷമാണ് കരുത്തുറ്റ പ്രസ്ഥാനമെന്ന് മട്ടന്നൂരിലെ ജനവിധി തെളിയിക്കുകയാണ്. അതുകൊണ്ട് രാജ്യത്തിന് തന്നെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സന്ദേശമാണ് മട്ടന്നൂർ നഗരസഭാ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ രാജ്യത്തുടനീളം ശക്തിപ്പെടുത്തുകയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ആവശ്യം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് മട്ടന്നൂർ നഗരസഭാ തെരഞ്ഞെടുപ്പ് ഫലം നടത്തുന്നത്. സംസ്ഥാനത്ത് LDF ഭരണത്തിന് കീഴിൽ അക്രമം മാത്രമാണ് നടക്കുന്നത് എന്ന നിലക്കാണ് BJP-ക്കാർ പ്രചരിപ്പിച്ചിരുന്നത്. ആ പ്രചരണത്തിന് തക്കതായ മറുപടിയാണ് മട്ടന്നൂരിലെ ജനങ്ങൾ നൽകിയിട്ടുള്ളത്. അക്രമം നടത്തുന്നത് സംഘപരിവാരമാണ് എന്ന് കൃത്യമായി ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് BJP-യുടെ നുണപ്രചരണങ്ങൾ പൊളിഞ്ഞിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ. അത് വിജയിച്ച കൗൺസിലർമാർ യോഗം ചേർന്നുകൊണ്ട് പുതിയ ചെയർമാൻ, അതുപോലെ തന്നെ വൈസ് ചെയർമാൻ, അതുപോലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഇവരെ സംബന്ധിച്ചുള്ള നിർദ്ദേശം പുതിയ കൗൺസിലർമാർ യോഗം ചേർന്നുകൊണ്ട് രൂപീകരിക്കും. പി ജയരാജനാണ് പ്രതികരണം നൽകിയത്.